ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച US-ഇസ്രയേൽ ഇറാൻ യുദ്ധം ലോകക്രമം മൊത്തത്തിൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ സംഘർഷം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ ഭാവിയിലുള്ള യുദ്ധങ്ങളുടെ പരീക്ഷണശാലയായി മാറിയതായി വിലയിരുത്തപ്പെടുന്നു. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കാനുള്ള കാരണമായി അവർ ഉയർത്തിയ വാദം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രസക്തവുമാണ്. തങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണെന്ന അവകാശവാദവുമായി ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തടയാൻ ഏത് മാർഗവും ഉപയോഗിക്കും എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലിനെ ശത്രുവായി പ്രഖ്യാപിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ തീവ്രവാദി സംഘടനകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നു എന്നതാണ് ശത്രുതയ്ക്ക് മറ്റൊരു കാരണം. ഇറാൻ വൻതോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായും ഇസ്രയേലും അമേരിക്കയും ആരോപിക്കുന്നു. ഗൾഫ് മേഖലയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ പിന്തുണയുള്ള ഈ തീവ്രവാദി സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളും അമേരിക്കയെ ചൊടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മതഭരണകൂടം അടിച്ചമർത്തി ഭരിക്കുന്ന ഇറാനിലെ ജനതയ്ക്ക് തങ്ങളുടെ വിധി സ്വന്തമായി നിശ്ചയിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും US-ഇസ്രയേൽ സഖ്യം അവകാശപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാരിനെ ഇറാനിൽ നിയമിക്കുകയാണ് ആത്യന്തികമായി അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ-ഇസ്രയേൽ US സംഘർഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് മേഖലയിലാകെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗൾഫിലെ എണ്ണ ഉൽപാദനത്തിലും ഷിപ്പിംഗ് റൂട്ടുകളിലും തടസ്സമുണ്ടായതോടെ ആഗോള ഊർജ്ജ വില ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% വഹിക്കുന്ന നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഇറാൻ തടഞ്ഞതോടെയാണ് ക്രൂഡ് ഓയിൽ, LNG എന്നിവ ദുർലഭ്യമായതും വില ഉയർന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, പണപ്പെരുപ്പം, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയവയ്ക്കെല്ലാം യുദ്ധം ഭീഷണിയായി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകളെ ഭീഷണിപ്പെടുത്തുകയും പണപ്പെരുപ്പവും രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം എന്ന് 2026 മാർച്ച് 6-ന് ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രതിമാസ സാമ്പത്തിക അവലോകനം സൂചിപ്പിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 88.6% 2026 സാമ്പത്തിക വർഷത്തിലും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത്. അതിൽ തന്നെ 46.9% ഇറക്കുമതി പശ്ചിമേഷ്യയിൽ നിന്നാണ്. യുദ്ധം ഇന്ത്യയുടെ വളർച്ചയെ ബാധിച്ചേക്കാമെന്ന് റേറ്റിംഗ് ഏജൻസികൾ പ്രവചിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചയെ 1% വരെ ബാധിച്ചേക്കാമെന്നാണ് പ്രവചനം. എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പം ഉയരാനും ഇത് കാരണമാകുമെന്നും റേറ്റിംഗ് ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ റിപ്പോർട്ടിൽ പുതിയ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 6.8%-നും 7.2%-നും ഇടയിലാകുമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ യുദ്ധം തുടങ്ങിവെച്ച അമേരിക്കയിലും യുദ്ധവിരുദ്ധ വികാരം പടരുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത്. യുദ്ധം പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ എന്ന പോലെ അമേരിക്കയും ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവില ഉയർന്നത് അമേരിക്കയിലും വിലവർദ്ധനവും ഗതാഗത ചെലവും പ്രകടമായ തരത്തിൽ ഉയരാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ യുദ്ധം പ്രതികൂലമായി ബാധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ യുദ്ധം ഇനി എന്താവും എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവചനാതീതമാണ്. ഈ യുദ്ധത്തിൽ ജയിക്കുന്ന ഒരാൾ നെതന്യാഹു മാത്രമായിരിക്കുമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നെതന്യാഹു സ്വന്തം ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയതും തുടരുന്നതും എങ്കിൽ ട്രംപിന്റെ കാര്യം മറിച്ചാണ്. ട്രംപിന് സ്വന്തം ജനതയോട് എന്തിനാണ് ഈ യുദ്ധമെന്ന് ബോധ്യപ്പെടുത്താനോ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാൻ US-ഇസ്രയേൽ ആക്രമണത്തിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് ഗൾഫ് അറബ് രാജ്യങ്ങളാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അമേരിക്കയുടെ സൈനിക വാണിജ്യ താൽപര്യങ്ങൾക്കായി സ്വന്തം ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ള ഈ രാജ്യങ്ങൾ ഇറാന്റെ പ്രത്യാക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന യുദ്ധക്കെടുതികൾ ഇന്ത്യയെ പ്രത്യക്ഷമായി തന്നെ ബാധിക്കുന്നുണ്ട്. 1 കോടിയിലേറെ ഇന്ത്യക്കാർ ഗൾഫ് അറബ് രാജ്യങ്ങളിലാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതുവരെ ആരും ജയിക്കാത്ത ഈ യുദ്ധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ലോകക്രമത്തിനും കൂട്ടായ്മകൾക്കുമാകും വഴിവെക്കുക. പരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിന്റെ പര്യവസാനം കാത്തിരുന്ന് കാണുകയേ നിർവാഹവുമുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വർത്തമാനങ്ങൾ ഓരോ നിമിഷത്തിലും മാറിമറിയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ യുദ്ധം തുടരുമെന്ന് അടുത്ത നിമിഷം പറയും. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾ വിശ്വസനീയമല്ലെന്നും അവർ രഹസ്യമായി കരയുദ്ധത്തിന് പദ്ധതിയിട്ട് നീക്കങ്ങൾ നടത്തുകയാണെന്നുമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലെ മുന്നറിയിപ്പുകളും യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകിയിരുന്നു. യുദ്ധം വരുത്തിവച്ചിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന മോദിയുടെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ സംഘർഷം അടുത്തൊന്നും അവസാനിക്കുകയില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവണം.
ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഏതാനും ചുരുക്കം രാജ്യങ്ങളിലേക്ക് ഇന്ധനവുമായുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ തടയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ആശ്വാസം പകരുന്നത്. എന്നാൽ കരയുദ്ധം കൂടി ആരംഭിക്കുകയാണെങ്കിൽ എല്ലാം നിലവിലുള്ളതുപോലെ ഇറാന്റെ പിടിയിൽ തുടരണമെന്നില്ല. സംഘർഷം മറ്റൊരു തരത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യും.